നമസ്കാരം. പ്രധാന വാർത്തകൾ. വാണിയംകുളത്തെ നെൽവയലിലെ ഇഷ്ടികച്ചൂള പരാതി പരിശോധിക്കാൻ ഹൈക്കോടതി ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചു. പാരിസ്ഥിതിക പ്രശ്നം പരിശോധിക്കാനും കോടതി നിർദ്ദേശം. നെല്ലായ മഞ്ചക്കൽ കുന്നിടിക്കൽ വിവാദം. CPM തൂത ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും അഡ്വക്കേറ്റ് മജീദിനെ നീക്കി. മജീദിനെതിരെ ഉയർന്ന ആരോപണം ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി അന്വേഷിക്കുന്നു. ഭരണത്തിലുണ്ടെന്ന് അഹങ്കരിച്ച് ലീഗ് നേതാക്കൾ നടത്തുന്ന ജൽപ്പനം കേരളത്തിലെ സാമുദായിക സന്തുലനാവസ്ഥ തകർക്കുന്നു എന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ. സൈലന്റ് വാലിയുടെ കരുതൽ വനമേഖലയിൽ നായാട്ട് രൂക്ഷം. വന്യമൃഗങ്ങളുടെ ഇറച്ചി മണ്ണാർക്കാട് നഗരത്തിൽ സുലഭം. തച്ചമ്പാറ ഉൾപ്പെടെ 3 ഗ്രാമപഞ്ചായത്തുകൾക്കായി നിർമ്മിക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 12 വർഷമായിട്ടും പ്രവൃത്തിയുടെ പകുതി പോലും ആയില്ല. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്കെത്തിയത് ആയിരങ്ങൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വാണിയംകുളം തൃക്കങ്ങോട് 3 ഏക്കർ വരുന്ന നെൽവയലിൽ സ്ഥിതി ചെയ്യുന്ന ഇഷ്ടികച്ചൂളയുടെ കാര്യത്തിൽ ഉടൻ നടപടി ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇഷ്ടികച്ചൂളയുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പരിസരവാസി നൽകിയ പരാതിയെ തുടർന്നാണ് കോടതിയുടെ നിർദ്ദേശം. വാണിയംകുളം തൃക്കങ്ങോട് പ്രദേശത്തെ 3 ഏക്കറോളം വരുന്ന നെൽകൃഷി നശിപ്പിച്ച് കളിമൺ ഖനനം ചെയ്ത് ഇഷ്ടിക നിർമ്മിച്ചുവെന്നാണ് പരാതി. ഭൂമിയുടെ സ്വാഭാവിക ഘടനയെ മാറ്റിമറിച്ചുവെന്നും കുടിവെള്ളക്ഷാമം രൂക്ഷമായി എന്നും പരാതിയിൽ പറയുന്നു. വാണിയംകുളം പഞ്ചായത്തിലും കളക്ടർക്കും സബ് കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതോടെയാണ് സമീപവാസിയായ രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിന്റെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗങ്ങളെയും വിചാരണ നടത്തി 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് കോടതി വിധിച്ചു. കളക്ടർ, സബ് കളക്ടർ, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവരെയും കക്ഷി ചേർത്താണ് കോടതിയെ സമീപിച്ചത്. ഇഷ്ടികച്ചൂളയുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നം പരിശോധിക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു. CPM തൂത ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് മജീദിനെ സ്ഥാനത്തു നിന്ന് മാറ്റി. ചെറുപ്പശ്ശേരി നെല്ലായിൽ മഞ്ചക്കൽ കുന്നിടിക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും അഡ്വക്കേറ്റ് മജീദിനെ മാറ്റിയത്. മലപ്പുറം ജില്ലയിലെ തൂത ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് മജീദിനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി പകരം KSKTU വില്ലേജ് പ്രസിഡന്റ് AK അനീഫയ്ക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് മജീദിനെ മാറ്റിയത് എന്നാണ് പാർട്ടിയുടെ വിശദീകരണം. എന്നാൽ ചെറുപ്പശ്ശേരി നെല്ലായിൽ മഞ്ചക്കൽ കുന്നിടിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് മജീദാണെന്നുള്ള ആരോപണവും ഇതിനെതിരെ ചെറുപ്പശ്ശേരിയിൽ CPM DYFI പ്രക്ഷോഭം നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഏറെ ഉണ്ടാകുമെന്ന CPMന്റെ മുന്നറിയിപ്പ് അവഗണിച്ചതിനെതിരെ ശക്തമായ നിലപാടും CPM ചെറുപ്പശ്ശേരിയിൽ എടുത്തിരുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ CPM ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് അഡ്വക്കേറ്റ് മജീദിനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. CPM DYFI പ്രക്ഷോഭം നടത്തുന്നത് മൂലം സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ലെന്നും ഇതിനെതിരെ സ്ഥലം ഉടമ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതും ചെറുപ്പശ്ശേരിയിലെ CPMനെ ചൊടിപ്പിച്ചിരുന്നു. സംഭവത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് CPM ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. കേസ് ഈ മാസം 29-ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഭരണത്തിലുണ്ടെന്ന് അഹങ്കരിച്ച് ലീഗ് നേതാക്കൾ നടത്തുന്ന ജൽപ്പനങ്ങൾ കേരളത്തിലെ സാമുദായിക സന്തുലനാവസ്ഥ തകരാൻ കാരണമാകുന്നുവെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ പറഞ്ഞു. V. അപ്പു അനുസ്മരണം ചെറുപ്പശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃത്വത്തിലും പങ്കാളിത്തത്തിലുമൊക്കെ അഹങ്കരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങൾ ഈ കേരളത്തിൽ എവിടെ എത്തി? സാമുദായികമായ സന്തുലനാവസ്ഥയെ തന്നെ മുസ്ലിം ലീഗ് സ്വന്തം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു എന്ന ആക്ഷേപം കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ തന്നെ മുന്നോട്ട് വരുന്നതാണ്. ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ മന്ത്രി പരസ്യമായി പറയുകയാണ്, നമ്മുടെ ലീഗിന് അഹിതമായിട്ടുള്ള യാതൊന്നും കേരളത്തിൽ നടക്കില്ല. ഇത്തരമൊരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആവിഷ്കരമായിട്ടുള്ള പ്രത്യേകത എന്താ? ആ പ്രത്യേകതയാണ് മറുഭാഗത്ത് കാണുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പച്ചക്കൊട്ടിട്ട് തിരിച്ചറിവാണെന്ന് പഠിപ്പിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഇതെല്ലാം മറ്റു തരത്തിലുള്ള ഒരു സാമുദായികമായ അസന്തുലിതാവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കുകയാണ്. ചെറുപ്പശ്ശേരിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ V. അപ്പു അനുസ്മരണം വെള്ളിയാഴ്ച വൈകിട്ട് ചെറുപ്പശ്ശേരിയിൽ നടന്നു. C. രാഘവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഉമർ, ചെറുപ്പശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. നന്ദകുമാർ, ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, അഡ്വക്കേറ്റ് P. ജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 3 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിക്കുന്ന തച്ചമ്പാറ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണം ഇഴയുന്നു. 12 വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തിയുടെ പകുതി പോലും പൂർത്തീകരിക്കാനായിട്ടില്ല. 1998 ഭരണാനുമതി ലഭിച്ച് 2000 ഡിസംബറിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ തച്ചമ്പാറ ശുദ്ധജല വിതരണ പദ്ധതിക്കാണ് ദുർഗതി. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിനൊപ്പം കാഞ്ഞിരപ്പുഴ, കാരാകുർശി ഗ്രാമപഞ്ചായത്തുകൾ കൂടി കുടിവെള്ളം ലഭ്യമാക്കാൻ പര്യാപ്തമാകും വിധമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
LICയുടെ ധനസഹായത്തോടെയാണ് റൂറൽ വാട്ടർ സപ്ലൈ പദ്ധതി പ്രകാരമുള്ള 3 പഞ്ചായത്തുകൾക്കുള്ള ജലവിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിനായി തച്ചമ്പാറ, ഉള്ളിക്കഞ്ചേരിയിലും കാഞ്ഞിരപ്പുഴ, ചെട്ടിച്ചിക്കുന്നിലും കൂറ്റൻ ജലസംഭരണികൾ നിർമ്മിച്ചിട്ടുണ്ട്. തുടർന്ന് കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്ന് പമ്പിംഗ് സ്റ്റേഷനും ശുദ്ധീകരണ പ്ലാന്റും സ്ഥാപിക്കാനുള്ള സ്ഥലം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ജല അതോറിറ്റിയും ജലസേചന വകുപ്പും തമ്മിൽ തർക്കത്തിലായി. ഇതാണ് പദ്ധതി ഇത്രകാലം നിശ്ചലമാകാൻ കാരണമായത്. ഇതോടെ പദ്ധതിയുടെ തുടർ പ്രവർത്തനത്തിന് പണം അനുവദിക്കുന്നതിൽ നിന്നും LIC പിന്മാറി. ഇതോടെ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാവുമെന്നാണ് കരുതിയത്. എന്നാൽ 2009 LDF സർക്കാർ സംസ്ഥാനത്ത് പൂർത്തിയാക്കാത്ത കുടിവെള്ള പദ്ധതികൾ സ്പാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഈ പദ്ധതിക്കും ജീവൻ വെച്ചു. 19.41 കോടി രൂപ തുടർ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പല കാരണങ്ങളാൽ പദ്ധതിയുടെ തുടർ പ്രവൃത്തികൾ ആരംഭിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 5 മാസമായി പദ്ധതിയുടെ കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്ന് ശുദ്ധീകരണ പ്ലാന്റിന്റെയും പമ്പ് ഹൌസിന്റെയും പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. പദ്ധതി അടുത്ത വർഷമെങ്കിലും കമ്മീഷൻ ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് 3 പഞ്ചായത്തിലെയും ജനങ്ങൾ കാത്തിരിക്കുന്നത്. സമീപത്ത് ഇരുമ്പുരുക്ക് മാലിന്യം തള്ളിയതിനെ തുടർന്ന് കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ് കൊപ്പത്തെ കോളനിവാസികൾക്ക്. ഇരുമ്പുരുക്ക് മാലിന്യത്തിന്റെ അംശം കിണറുകളിലെ വെള്ളത്തിൽ കലർന്നതാണ് കോളനിക്കാരുടെ കുടിവെള്ളം മുട്ടിച്ചത്. പരാതിയെ തുടർന്ന് സ്ഥലം ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. കൊപ്പം പഞ്ചായത്തിലെ EP റോഡ് കോളനിയിലെ കിണറുകളിലെ വെള്ളത്തിനാണ് കഴിഞ്ഞ ദിവസം നിറമാറ്റം കാണപ്പെട്ടത്. കോളനിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ ഉപയോഗശൂന്യമായ കുളത്തിൽ വൻതോതിൽ ഇരുമ്പുരുക്ക് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. ഈ ഇരുമ്പുരുക്ക് മാലിന്യത്തിന്റെ സാന്നിധ്യം മൂലമാണ് കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസം വന്നതെന്നാണ് കോളനിക്കാരുടെ പരാതി. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ 6 കിണറുകളാണുള്ളത്. കലങ്ങിയ വെള്ളത്തിന് ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. കിണറുകളിലെ മീനുകളും ചത്തുപൊങ്ങുന്നുണ്ട്. അവര് കൊടുന്നിടുമ്പോ അത് ഇരുമ്പ് ഫാക്ടറിയിലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതായത് കിണറ്റിലേക്ക് ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇതിനെ എതിർക്കാൻ തുടങ്ങിയത്. അവരിത് മാറ്റി തരാന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വെള്ളമൊക്കെ എടുത്തു കൊണ്ടുണ്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് ഒരാഴ്ച എടുക്കുന്ന പറഞ്ഞ അതിന്റെ ഫലം കിട്ടാൻ. ഞങ്ങൾക്കറിയില്ല. കുടിവെള്ള പാകം മുട്ടിയിരിക്കണ്. ആകെ പ്രശ്നമായി കിടക്കാൻ. ഞങ്ങൾ 5-6 കിണർ ആകെ നാശമായി കഴിഞ്ഞ് അവര് 10-15 കൂട്ടക്കാർ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ആ വെള്ളമൊക്കെ ആകെ കലങ്ങി മറിഞ്ഞ് ഇപ്പൊ ആൾക്കാർക്ക് കുടിക്കാൻ പാടില്ലാതെ അത്തരം കിടക്കുന്നത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് വേണം. ഉരുക്കുമാലിന്യത്തിൽ നിന്നുള്ള ഇരുമ്പംശം കലർന്നാവാം കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസം വരാൻ കാരണമെന്നാണ് കോളനിക്കാർ സംശയിക്കുന്നത്. മാലിന്യം ഉടൻ നീക്കണമെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കോളനിക്കാർ ആവശ്യപ്പെടുന്നു. പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട്. മാലിന്യം 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ മാലിന്യം തള്ളിയ കമ്പനിയോട് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടത്തി. ചെർപ്പശ്ശേരി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റി ഹൈസ്കൂൾ മൈതാനിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് വീരാപ്പു അൻസാരി നേതൃത്വം നൽകി. മുസ്ലിങ്ങളായ നമ്മൾ അത്യാഹ്ലാദപൂർവം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആഘോഷങ്ങൾ മനുഷ്യ പ്രകൃതിയുടെ താൽപര്യമാണ് എന്ന് നമുക്കറിയാം. എല്ലാ മതങ്ങളിലും ആഘോഷങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നദുവത്തുൽ മുജാഹിദീൻ ചെർപ്പശ്ശേരി ശാഖ സംഘടിപ്പിച്ച ഈദ്ഗാഹ് പുത്തനാഴ്ച ക്ഷേത്രത്തിന് സമീപത്തെ പ്രത്യേക ഈദ്ഗാഹിൽ നടന്നു. അബ്ദുള്ള ഫാറൂഖ് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലോകത്തിന്റെ മാനവരാശിയുടെ മാതൃകാ പുരുഷനായി അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ ഖലീലുല്ലാഹിയെ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തിരുത്തി ജൂതന്മാർ അവകാശപ്പെടുന്നത് പോലെ ഇബ്രാഹിം ഒരു ജൂതനോ, ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് പോലെ ഇബ്രാഹിം ഒരു ക്രിസ്ത്യാനിയോ, മക്കാ മുശ്രിക്കുകൾ വാദിക്കുന്നത് പോലെ ഇബ്രാഹിം മുശ്രിക്കോ അല്ല. പിന്നീട് ആരാണ്? മാകാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. പട്ടാമ്പി മേഖലയിലും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഈദ്ഗാഹുകളും നടന്നു. പെരുന്നാൾ നമസ്കാരത്തിന് പട്ടാമ്പി മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികളെത്തി. പട്ടാമ്പി സലഫി മസ്ജിദ്, ടൗൺ ജുമാ മസ്ജിദ്, മദീന മസ്ജിദ്, സെൻട്രൽ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലെല്ലാം പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു.
പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി. ഒറ്റപ്പാലം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലും ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നമസ്കാരത്തിന് PP അബ്ദുള്ള ഫാറൂഖി നേതൃത്വം നൽകി. കേരള നജ്വത്തുൽ മുജാഹിദിന്റെ നേതൃത്വത്തിൽ BMUP സ്കൂളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മൗലവി അസ്കർ സലഫി നേതൃത്വം നൽകി. നിസ്കാരത്തിന് ശേഷം ഭീകരവാദവും തീവ്രവാദവും എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. പെരുന്നാൾ ദിനത്തിൽ പട്ടാമ്പി CH റിലീഫ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കാണ് പെരുന്നാൾ ദിനത്തിൽ CH റിലീഫ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണം വിതരണം ചെയ്തത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CAMA കരീം ഉദ്ഘാടനം ചെയ്തു. PP റഷീദ് തങ്ങൾ, CV അബ്ദുള്ള, BP അബൂബക്കർ, CV മുജീബ്, CS സാജിദ് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും ആശ്രിതർക്കും ഭക്ഷണ കിറ്റുകൾ നൽകി. ദേശീയോദ്യാനമായ സൈലന്റ് വാലിയുടെ കരുതൽ വനമേഖലയിൽ നായാട്ട് ശല്യം രൂക്ഷമാകുന്നു. ഇവിടെ നിന്ന് വേട്ടയാടി പിടിക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി മണർക്കാട് നഗരത്തിൽ വ്യാപകമായി വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. പന്നി, മുയൽ, മാൻ, കാട്ടുപോത്ത് തുടങ്ങിയ നിരവധി കാട്ടുമൃഗങ്ങളെയാണ് ദിവസവും നാടൻ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചി പാക്കറ്റിലാക്കി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി മണ്ണാർക്കാട് ഒരു വൻ സംഘം പ്രവർത്തിക്കുന്നതായാണ് വിവരം. സൈലന്റ് വാലിയുടെ കരുതൽ മേഖലയായ അട്ടപ്പാടി വനത്തിലും മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിലും കീഴിലുള്ള മൈലാമ്പാടം, പാത്രക്കടവ്, തിരുവിഴാക്കുന്ന്, അമ്പലപ്പാറ, എടത്തനാട്ടുകര, ഉപ്പുകുളം വനമേഖലയിലുമെല്ലാം നായാട്ടു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് ഈ വിവരമറിയാമെങ്കിലും നായാട്ടു സംഘത്തെ ഭയന്ന് മറച്ചുവെക്കുകയാണ്. കൂടാതെ ഈ മേഖലയിലുള്ള വനപാലകർ നായാട്ടു സംഘത്തിന് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നവരാണെന്നും ആരോപണമുണ്ട്. അതിനാൽ വനപാലകരെ വിവരമറിയിച്ചാലും പരാതിപ്പെട്ടവർ കുടുങ്ങും. അതിനാൽ എല്ലാവരും സംഭവം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിനിടെ അട്ടപ്പാടി വനമേഖലയിലേക്ക് തോക്കുമായി നായാട്ടിനെത്തിയ സംഘത്തിലെ ഒരാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് മണ്ണാർക്കാട്ടുള്ള നായാട്ടു സംഘം ഒത്താശ ചെയ്തു കൊടുക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഇവരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. വനം വകുപ്പ് മന്ത്രി മണ്ണാർക്കാട്ടെത്തിയപ്പോൾ വനത്തിനകത്തെ നായാട്ട് കർശനമായി നിയന്ത്രിക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനമാർഗമായ ഇറച്ചിക്കോഴി വളർത്തൽ പ്രതിസന്ധി നേരിടുന്നു. കേരളത്തിൽ നിന്നും ഇത് തുടച്ചുമാറ്റപ്പെടാൻ അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതിന് ഒത്താശ ചെയ്യുകയാണെന്നാണ് പ്രധാന ആരോപണം. കോഴി കർഷകർക്ക് നേരെയുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇറച്ചിക്കോഴി കൃഷിയിലും അതിനോടനുബന്ധിച്ച ജോലികളിലും ഏർപ്പെട്ട് ജീവിക്കുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മാത്രമായി ഏതാണ്ട് 1 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇന്ന് കോഴി വളർത്തൽ വൻ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും പരിപൂർണമായി കോഴി വളർത്തൽ തുടച്ചു നീക്കാൻ അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ടെന്നും കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ കോഴി കൃഷി നടത്തുന്നവരിൽ ഏതാണ്ട് 80% പ്രവാസികളും കുടുംബശ്രീ യൂണിറ്റുകളും വികലാംഗരും വിധവകളും ചെറുപ്പക്കാരും ഉൾപ്പെടുന്നു. കേരളത്തിനാവശ്യമായ 40% കോഴിയിറച്ചിയും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം. എന്നാൽ ഇന്ന് ആയിരക്കണക്കിന് ഫാമുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അന്യസംസ്ഥാനത്തു നിന്നും എത്തുന്ന കോഴിത്തീറ്റയും കോഴിക്കുഞ്ഞുങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. 1 കിലോ കോഴിത്തീറ്റയ്ക്ക് മാസങ്ങൾക്ക് മുൻപ് 20 രൂപയായിരുന്നു. ഇപ്പോൾ 35 രൂപ മുതൽ 40 രൂപ വരെയാണ്. 1 കിലോ കോഴിയെ പൂർണ്ണ വളർച്ചയിലെത്തിക്കുവാൻ 60 രൂപയിൽ നിന്നും 75 രൂപയായും ഉയർന്നിട്ടുണ്ട്. എന്നാൽ കർഷകർക്ക് ഫാമുകളിൽ നിന്നും ലഭിക്കുന്നത് 1 കിലോ കോഴിയിൽ 50 രൂപ മുതൽ 58 രൂപ വരെയാണ്. കോഴിത്തീറ്റ വില വർദ്ധിക്കാൻ കാരണം അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതാണത്രേ. എന്നാൽ ഈ വർദ്ധിച്ച വില ഇരട്ടിയിലധികം കുറഞ്ഞിട്ടും കോഴിത്തീറ്റയുടെ വില മാറ്റമുണ്ടായിട്ടില്ല. ഇതിനു പുറമെ കുനിന്മേൽ കുരുപോലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പുതിയ നിയമങ്ങളുമായി രംഗത്തെത്തി. ഇപ്പോഴത്തെ നിയമപ്രകാരം 1000 കോഴികളെ ഒരു വർഷത്തിൽ 5 മുതൽ 6 ബാച്ചുകളായി വളർത്താനേ കഴിയൂ. കൂടുതലായാൽ ഒരു കോഴിക്ക് 18 രൂപ നികുതി നൽകണം. നികുതി വ്യവസ്ഥയിൽ ഭേദഗതി വരുത്തി വർഷത്തിൽ 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവ് 60 ലക്ഷം രൂപയാക്കി പരിധി ഉയർത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന കോഴി കർഷകരുടെ ഭാവി ഏതാനും മാസങ്ങളോളമായിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നുകയറ്റം അതിരൂക്ഷമായിരിക്കുകയാണ്. ഏതാനും മാസങ്ങളോളമായി ഫാമുകളിൽ കോഴി കെട്ടുകിടക്കുകയും അതുമൂലം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കോഴിത്തീറ്റയുടെ വില ഗണ്യമായി വർദ്ധിപ്പിച്ച് 900 രൂപ ഒരു ബാഗിന് ഫീഡിന്റെ വിലയുണ്ടായിരുന്നത് ഇന്ന് 1600ലേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് അണികളെ നിരത്തിക്കൊണ്ടുള്ള അതിശക്തമായ സമരങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സംഘടന തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ സാധാരണക്കാരായ കർഷകരെ ദ്രോഹിക്കുന്ന ഈ നടപടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിൽ പോയിക്കൊണ്ട് സമ്പാദിച്ച അവരുടെ സമ്പത്ത് മുഴുവൻ സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വന്തം കെട്ടുതാലി വരെ പണയം വെച്ചുകൊണ്ട് ഈ ജോലിയിലേക്ക് ഇറങ്ങിയവരെ വയ്യാധാരമായിക്കൊണ്ട് ഇന്ന് കേരളത്തിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ
തിരിഞ്ഞിരിക്കുന്നത്. അതിനെതിരെ കേരള പോൾട്രി ഫാം അസോസിയേഷൻ ശക്തമായ രീതിയിലുള്ള സമര പ്രഖ്യാപനങ്ങളുമായി കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുന്നോട്ട് പോകും. ഗവൺമെന്റിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓല, പ്ലാസ്റ്റിക് പായ, തകരഷീറ്റ് എന്നിവ കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകൾക്ക് റവന്യൂ വകുപ്പും ആഡംബര നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമാതീതമായി ഉയരുന്ന കോഴിത്തീറ്റയുടെയും കുഞ്ഞുങ്ങളുടെയും വില പിടിച്ചു നിർത്താൻ സർക്കാർ ഇവ നിർമ്മിക്കാനുള്ള നടപടിയെടുക്കണം. കോഴിക്കൃഷിയെ കാർഷിക വൃത്തിയിൽപ്പെടുത്താമെന്ന് കൃഷിമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കോഴി കർഷകരുടെ നേരെയുള്ള സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അവഗണനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കാനും കേരള പൌൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കല്ലുവഴി പ്രഭാതം വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. 11 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വായനശാല ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കല്ലുവഴി ചിട്ടയുടെ കളരി കേന്ദ്രത്തിൽ അവശേഷിക്കുന്ന കല്ലുവഴി വായനശാലയ്ക്ക് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10:30 MP രാജേഷ് MP നിർവഹിക്കും. 1948-ൽ കല്ലുവഴി ചിട്ടയുടെ കളരിക്ക് രൂപം നൽകിയത് ഇവിടെ വെച്ചായിരുന്നു. 1952-ൽ കല്ലുവഴി AUP സ്കൂൾ മാനേജറായിരുന്ന BK കൃഷ്ണമേനോൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് 1960-ലാണ് കെട്ടിടം നിർമ്മിച്ചത്. തുടർന്ന് 1969-ൽ ലോക്കൽ ലൈബ്രറി അതോറിറ്റിക്ക് കൈമാറിയെങ്കിലും 1997-ൽ ലോക്കൽ ലൈബ്രറി അതോറിറ്റി ഇല്ലാതായതോടെ തുടർന്നുള്ള വായനശാലയുടെ പ്രവർത്തനം സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ കീഴിലാവുകയായിരുന്നു. K. സലീഗ ശ്രീകൃഷ്ണപുരം നിയോജക മണ്ഡലം MLA ആയിരുന്നപ്പോൾ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. തുടർന്ന് ഒറ്റപ്പാലം MLA M. ഹംസയുടെ വികസന ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായത്. ഉദ്ഘാടന ചടങ്ങിൽ M. ഹംസ MLA അധ്യക്ഷത വഹിക്കും. K. സലീഖ MLA, K. ജയദേവൻ, AK ശീലാദേവി, P. സുധീർ തുടങ്ങിയവർ സംബന്ധിക്കും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മായന്നൂർ രാജുവും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും ഉദ്ഘാടന ചടങ്ങിന് ശേഷം കല്ലുവഴി മുരളി നമ്പീശന്റെ ശിഷ്യന്മാർ അവതരിപ്പിക്കുന്ന മേളവും ഉണ്ടാകുമെന്നും വായനശാല ഭാരവാഹികൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ കാലാവസ്ഥയുടെ ഭാഗമായിട്ട് അതിന്റെ ഈ ഷെഡ്യൂൾ ഓഫ് റൈറ്റ്സ് കൂടിയപ്പോൾ പിന്നീട് താഴത്ത് നിന്ന സ്ട്രക്ചർ പൊളിച്ചു കളയേണ്ടി വന്നു. വീണ്ടും നേരത്തെയുള്ള പ്ലാനുകൾക്ക് താഴത്തെ നില നിലനിർത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ സ്ലാബിട്ട് മുകളിലൊരു ഹാൾ പണിയാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് TP പ്രഭാകരൻ, സെക്രട്ടറി PG ഉണ്ണികൃഷ്ണൻ, റിജേഷ് എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങളും രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അടുത്ത മാസം 24, 25 തീയതികളിൽ അടയ്ക്കാപുത്തൂരിൽ വെച്ചാണ് ബ്ലോക്ക് സമ്മേളനം നടക്കുന്നത്. അടുത്ത മാസം 24, 25 തീയതികളിൽ നടക്കുന്ന DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനത്തിന്റെ മുന്നോടിയായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കായിക മത്സരങ്ങളും രചനാ മത്സരങ്ങളും നടത്തിയത്. തിരുവാഴിയുടെ മഹാത്മാ UP സ്കൂളിൽ ചെസ്, ക്യാരംസ് മത്സരങ്ങളും കഥാരചന, കവിതാരചന, ചിത്രരചന, ഉപന്യാസ മത്സരം, പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങളും നടന്നു. പരിപാടി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീത ഉദ്ഘാടനം ചെയ്തു. അതിന്റെ മുന്നോടിയായിട്ട് വിവിധ മത്സരങ്ങൾ, അതുപോലെ തന്നെ സെമിനാർ. DYFI വില്ലേജ് പ്രസിഡന്റ് P. സന്ദീപ് അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ, രാജശേഖരൻ, O. രാധാകൃഷ്ണൻ, സുനിൽകുമാർ, പ്രദീപ് കുമാർ, ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളിൽ നടന്ന വോളിബോൾ മത്സരം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രവീന്ദ്രനാഥൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുപ്തൻ സേവന സമാജം അടുത്ത മാസം 9-ന് നടത്താനിരിക്കുന്ന ജില്ലാ കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണം നൽകി. സമാജം ഈശ്വരമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. മൂത്താൻ ഗുപ്ത സമുദായത്തെ സർക്കാർ അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്യുക. ജില്ലയിൽ മാത്രം താമസിക്കുന്ന മൂത്താൻ ഗുപ്ത സമുദായത്തിന് സാമുദായിക ന്യൂനപക്ഷ പദവിയും ആനുകൂല്യങ്ങളും നൽകുക. സർക്കാർ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും മൂത്താൻ ഗുപ്ത സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകുക. സാമുദായിക മാനേജ്മെന്റിന് കീഴിലുള്ള സ്വാശ്രയ സ്ഥാപനങ്ങളിലെ സാമുദായിക മാനേജ്മെന്റ് കോട്ട മൂത്താൻ ഗുപ്ത സമുദായത്തിന് ബാധകമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അടുത്ത മാസം 9-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ സമാജം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് M. കുട്ടിക്കൃഷ്ണൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, മണ്ണാർക്കാട് മേഖലകളിൽ പര്യടനം നടത്തുന്നത്. ശ്രീകൃഷ്ണപുരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം നടത്തി. P. ബാലകൃഷ്ണഗുപ്തൻ, T. രാമൻകുട്ടി ഗുപ്തൻ, ശശികുമാർ, കുഞ്ഞിരാമഗുപ്തൻ, ആറാട്ടുതൊടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാല വായനാവേദിയുടെ ആഭിമുഖ്യത്തിൽ മുകുന്ദൻ കാരിക്കൽ അനുസ്മരണവും കവി സമ്മേളനവും സംഘടിപ്പിച്ചു. പരിപാടി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ MSN സുധാകരൻ ഉദ്ഘാടനം ചെയ്തു.
വായനശാലയിൽ നടന്ന പരിപാടിയിൽ AK നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. ചെറുകഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മുകുന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. M ഗംഗാധരൻ, KV രമ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങും അരങ്ങേറി. കവിയരങ്ങിൽ KR ചെത്തല്ലൂർ, ഒപ്പത്ത് ശിവരാമൻ, മുരളി മണ്ണമ്പറ്റ, ഹരിശങ്കർ മുന്നൂർക്കോട്, രുക്മിണി വിദ്യാധരൻ, മുന്നൂർക്കോട് സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കവിയും വായനശാലയുടെയും വായനാവേദിയുടെയും സജീവ പ്രവർത്തകനായ മുകുന്ദൻ കാരിക്കലിന്റെ 1ാം ചരമവാർഷികമാണ് സംഘടിപ്പിച്ചത്. എന്താണ് ഈ ശോകം? ശോകം എന്ന് പറഞ്ഞാൽ വെറും കണ്ണുനീര് എന്ന് മാത്രം അർത്ഥമാക്കേണ്ട. അത് ചില അസ്വസ്ഥതകളാണ്. ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ കണ്ടെത്താനുള്ള ത്വരയാണ്. മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. കള്ളച്ചെത്ത് വ്യവസായം സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പട്ടാമ്പി കാർഷിക വികസന ബാങ്ക് ഹാളിലാണ് മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം നടന്നത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ തൊഴിലും കൂലിയും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അത്ര വലിയ ഒരു വെല്ലുവിളി ഇപ്പോൾ നമ്മൾ നേരിടുകയാണ്. പൊതുവെ സമൂഹത്തിൽ തന്നെ ഒരു വിഭാഗം പലപ്പോഴും നമ്മുടെ വ്യവസായത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ എല്ലാം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. കേരളത്തിൽ എപ്പോഴൊക്കെ UDF അധികാരത്തിൽ വരാറുണ്ടോ അപ്പോഴൊക്കെ ഈ വ്യവസായത്തിൽ ചില പ്രവൃത്തികളുണ്ടായി. മദ്യവ്യവസായ മേഖലയെ ഇല്ലാതാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം ദുരൂഹമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ഈ മേഖലയിൽ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ആൻഡ്രി അധ്യക്ഷത വഹിച്ചു. NP വിനയചന്ദ്രൻ, AV സുരേഷ്, ഹരിദാസ്, TP ഭാസ്കരൻ, PN മോഹനൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാണിയംകുളത്തെ നെൽവയലിലെ ഇഷ്ടികച്ചൂള പരാതി പരിശോധിക്കാൻ ഹൈക്കോടതി ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചു. പാരിസ്ഥിതിക പ്രശ്നം പരിശോധിക്കാനും കോടതി നിർദ്ദേശം. നെല്ലായ മഞ്ചക്കൽ കുന്നടിക്കൽ വിവാദം. CPM തൂത ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും അഡ്വക്കേറ്റ് മജീദിനെ നീക്കി. മജീദിനെതിരെ ഉയർന്ന ആരോപണം ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി അന്വേഷിക്കുന്നു. ഭരണത്തിലുണ്ടെന്ന് അഹങ്കരിച്ച് ലീഗ് നേതാക്കൾ നടത്തുന്ന ജൽപ്പനം കേരളത്തിലെ സാമുദായിക സന്തുലനാവസ്ഥ തകർക്കുന്നു എന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ. സൈലന്റ് വാലിയുടെ കരുതൽ വനമേഖലയിൽ നായാട്ട് രൂക്ഷം. വന്യമൃഗങ്ങളുടെ ഇറച്ചി മണ്ണാർക്കാട് നഗരത്തിൽ സുലഭം. കച്ചമ്പാറ ഉൾപ്പെടെ 3 ഗ്രാമപഞ്ചായത്തുകൾക്കായി നിർമ്മിക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 12 വർഷമായിട്ടും പ്രവൃത്തിയുടെ പകുതി പോലും ആയില്ല. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്കെത്തിയത് ആയിരങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.